When you walked into the room, I couldn't keep my eyes off of you. Was it make-believe, or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives. The rest
with me beneath the stars, moonlight crashing on our wild hearts. With your head in mine, everything is fine. We've still got the rest of our lives, the rest of our lives, the rest of our lives, oh, the rest of our lives. Love is a journey, we'll steady the course, fight for each other no matter the score. Through heartache we'll carry the love that we swore. If you just take my hand, oh, won't you just take my hand for the rest of our lives, for the rest of our lives, for the rest of our lives, for the rest of our lives. Oh. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വിശുദ്ധ ദിവസം കർത്താവ് നിന്റെ ബലിപീഠത്തെങ്കിലായിരിക്കാൻ കരുണയും കൃപയും നീ ഞങ്ങൾക്കായിട്ട് അവിടുന്ന് കഴിഞ്ഞു. ഈ ഭവനത്തിൽ വീണ്ടും കർത്താവെ തിരുമുഖത്തേക്ക് നോക്കി കരുണകളും കൃപകളും ഞങ്ങൾ അവിടുന്ന് യാചിക്കുന്നു. കർത്താവെ ഈ പ്രിയ പൈതലിനെ തർക്കരങ്ങളിൽ തരുന്നു. അവൻ്റെ അമ്മയുടെ ഗർഭം മുതൽ ഇന്ന് വരെ കാത്തു. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടുവന്നു. അസ്ഥികളൊന്നുപോലും മറവായിരുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു. കർത്താവെ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടത്തി ആവശ്യമായ കൃപകളെ കൊണ്ട് നിറച്ച് ജോലി കാര്യങ്ങളൊക്കെ നീ നിന്റെ മകനെ ഇവിടുന്ന് കൊടുത്തു. അവന് വേണ്ടി വിളിച്ച് വാർദ്ധക്യപ്പെട്ട മകളെയും കുടുംബത്തെയും തൃക്കരങ്ങളിൽ തരുന്ന കർത്താവെ, മാനുഷികമായ ബുദ്ധിയിലൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുവെങ്കിലും ദൈവകൃപയിൽ അത് പൂർത്തീകരിക്കപ്പെടുവാനിടയാകണമേ. കനാവിലെ കല്യാണത്തിന് കർത്താവ് എഴുന്നള്ളി വന്ന് അവരുടെ കുറവുകളെയും ബലഹീനതകളെയും പോക്കിയ പ്രകാരം നല്ലവനായ യേശുനാഥ എഴുന്നള്ളി വരണമേ, കുറവുകളെ പോക്കണമേ, സകല അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി അവിടെ തീർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളം ചാർത്തപ്പെടുവാൻ മക്കളുടെ തിരസ്സുകളെ ഒരുക്കണമേ, കൂടി വരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടി വരുത്തണമേ. കർത്താവെ ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട ആലയത്തിൽ പ്രവേശിപ്പാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. വഴിയാത്രകളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഒരു ഭാഗത്ത് ആയിരങ്ങളും മറ്റു ഭാഗത്ത് 10,000 വീണാലും അവർ നിങ്ങളിലേക്ക് അടുക്കയില്ല എന്നുള്ള വചനം നിന്റെ മക്കൾക്ക് അവിടുന്ന് കാവലും കോട്ടയുമായിരിക്കണമേ. ആ
കർത്താവെ അവിടുത്തെ മധ്യസ്ഥത, പരിശുദ്ധനായ മർത്തോമാശ്ലീഹ അവിടുത്തെ മധ്യസ്ഥത ഈ ഭവനത്തിന്മേലും ഭവന നിവാസികളുടെ മേലും ഉണ്ടാകണം. ഞങ്ങളെന്നാളും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും ആവാസവും കർത്താവായ പ്രിയമാരുടെ മേലും വിളിച്ചു വാർത്തിരിക്കപ്പെട്ട മണവാട്ടിയുടെ മേലും ഭവനങ്ങളുടെ മേലും എപ്പോഴും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Still see, can't get it out of my mind. Started counting up the losses, weight sinking, water began to rise. Reaching in the darkness, I came here for an answer. Maybe it's time to surrender. I'm ready to fall. I'm leaving it all behind. Amen.
വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നിന്ന് ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. മൗത്തമുള്ള ദോഹായിനെ താങ്ങുമാറാകണമേ. അപ്പോൾ അക്രമക്കാരെ നിന്നെ വഴിപെടുകയും പാവികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമാവിഷ്കാരം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്വം ഉണ്ടാവുകയും ചെയ്യണമേ. ഓശോ Hallelujah.
കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല പുലരിയും ഇടവിടാതെ കരയിച്ചുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതിയാവൃത്തിയെ സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വലിയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം ചെയ്ത് താൻ തന്നെ അവൾക്ക് അവനായി തീരുകയും അശുദ്ധാളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി. തന്റെ സഭയുടെ വിവാഹാവിലേക്ക് എല്ലാ ജാതികളെയും സജാതികളെയും ദീർഘദൃശ്യമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോചനപാടിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ സദാ ദൈവിക വിഗ്രഹങ്ങളുടെ പ്രഭയമായ ദൈവമായ കർത്താവേ, അക്ഷരമായ വെളുപ്പുള്ള മുഴുവനും അനാദൃതമായ നിലയിലെല്ലാവിധ കൃതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അനുകരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും ശക്തിക്കേതക്കവണ്ണം നിന്നുള്ളതായ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയെ നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങളെ നൽകുകയും പരിമളവാസനയോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. പിന്നെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാണ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹദവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ട് അതിനെ വിവാഹനിശ്ചയം നടത്തി. അതിനെ നൽകാവതുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരങ്ങൾ അതിന് മോചനമായിട്ട് വെളിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച അതിന്റെ യോഗ്യതകളുടെ പ്രകാശത്താൽ മഹിമയോടെ നീ പ്രകാശിപ്പിച്ചു. ദൈവികമായി കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹമായതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വാഹനനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോചനങ്ങളിലൂടെ വീതിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോചനങ്ങളെ സന്തോഷപൂർവ്വം നീ അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിൽ ആവശ്യമായി തിരുവാൻ സംഗതിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക വിഗ്രഹങ്ങളായ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാട്ടി സ്ത്രീയായ മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണതയുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവയുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ആദരിപ്പാനുവയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഹത്തിലും പരത്തിലും അഭംഗമായി നീ അവരെ സന്തോഷിപ്പിക്കണമേ. അക്ഷരമായ മണവരെ ആയുഷ്കാലത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഗ്രഹന്മാരും മലാഖമാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവരയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഭാഗസന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും ചുടകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യമാക്കണമേ. ഇവർ നിന്നാഗ്രഹിക്കപ്പെടുകയും പിന്നെ വാഴ്ത്തിയതിന് മുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്റെ പിതാവിനെ പരിശുദ്ധവും ഭാഗ്യം സ്തുതി സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്ന് പ്രാപിക്കുമാറാകട്ടെ.
തിരുമുൻപാകെ നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പര വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും നമ്മുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാക്കുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരണമെല്ലാം ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നൽകുന്ന സ്തുതിയും സ്തോത്രവും അറിയിച്ചുമാറാകണമേ. ഓശോ ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസമാനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവന പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. മോദത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിരപ്രദമായി ആയുഷ്കാലം നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഹൃദയമായ യേശുവിന്റെ അനുഗ്രഹപൂർണമായ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധാസ്തിയന്മാരെന്നതുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധവുമായി നീ സ്തുതി കയറ്റുകയും ചെയ്യുമാറാകട്ടെ. പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സംപൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയാനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ സ്നേഹത്തിലാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാർന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ ലക്ഷ്യാലാക്കിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയും മുതലുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുലഭിതങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ ദയകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുക്കി വന്നിരിക്കുന്നവർക്ക്
നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീകായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധവുമായി വാഴണമേ. ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ത്രീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ശുഭ താമസിച്ച് കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മണവാളൻ, മണവാട്ടി, കുടുംബാംഗങ്ങളെ, വീണ്ടുമെത്തുന്നതിലെ ചർച്ചക്കാരെ, സുഹൃത്തുക്കളെ, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. ഒരു വിവാഹം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അനുഭവമാണ്. പ്രത്യേകിച്ച് കൂടി വന്നിരിക്കുന്ന നമുക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ചാച്ചക്കാർക്കും എല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു വിവാഹം നടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷം ആണ് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് മണവാളനും മണവാട്ടിയും എന്തുകൊണ്ടാണ് നിങ്ങൾ ദേവാലയത്തിലേക്ക് വിവാഹ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ വിവാഹ കൂടാശ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സാക്രമെന്റ് ഓഫ് ഹോളി മാട്രിമോണി ഒരു കൂടാശയാണ് എന്ന് നമ്മുടെ സഭയുടെ കോണ്ടെക്സ്റ്റിൽ സാധാരണ പറയാറുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ മാരേജ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കുകയും സമൂഹത്തിൽ നിലനിന്ന് വരികയും ചെയ്തിരിക്കുന്ന ഒരു വ്യവസ്ഥയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വിവിധങ്ങളായ പോസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ അല്ലെങ്കിൽ പൗരൻ എന്ന നിലയിൽ എന്ത് പറയാനായിട്ട് സാധിക്കും? രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. മാരേജ് ഷുഡ് ബി രജിസ്റ്റേർഡ് അറ്റ് പ്രോപ്പർ ഓഫീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നിയമപരമായി നടന്നതായിട്ട് ഗവൺമെൻറ് തലത്തിലും പൊതുതലത്തിലും സാമൂഹിക തലത്തിലും അംഗീകരിക്കപ്പെടും. പിന്നെ എന്തിനാണ് ഈ പള്ളിയിൽ വെച്ച് ഈ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കൂട്ടിവരുത്തി വൈദികരെയും ഒക്കെ ക്ഷണിച്ച് ഒരു കൂതാശ എന്ന നിലയിൽ ഇതിനെ നടത്തുന്നത്? അതിന് സാങ്കത്യം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ക്രൈസ്തവ ആധ്യാത്മികത തലത്തിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്നതിനെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്ന ഒന്നാണ്. വിവിധങ്ങളായ നാടുകളിലും വിവിധങ്ങളായ കൾച്ചറുകളിലും വിവാഹത്തിന് അതിൻ്റേതായ സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്, അതിൻ്റേതായ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. എങ്ങനെയായിരിക്കണം കുടുംബം നടത്തേണ്ടത്? കുടുംബം അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ജീവിക്കണോ, അതോ നിങ്ങൾ തന്നെ പോയി താമസിക്കണോ? ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രായമായ മാതാപിതാക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്?
ഇങ്ങനെ വിവിധങ്ങളായ ദേശങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ വിവിധങ്ങളായ രീതികൾ നിലവിലുണ്ട് നമുക്കറിയാം. നമ്മളുടെ സാമൂഹിക വ്യവസ്ഥയിൽ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്, അതിൻ്റെതായ അർത്ഥവും അർത്ഥതലങ്ങളും അതിനുണ്ട്. ഒരു കൾച്ചർ മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠമെന്നോ മോശമെന്നോ എണ്ണുവാൻ നമ്മളാരും ആരും. പക്ഷേ നമ്മളുടേതായ സംസ്കാരവും നമ്മളുടേതായ പാരമ്പര്യങ്ങളും തീർച്ചയായിട്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നിസ്സാരമായി കാണുകയോ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറഞ്ഞതായി കാണുകയോ ചെയ്യുവാനായിട്ട് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബ വ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്, അതിലൊരു സ്നേഹവും ഒരു കൂട്ടായ്മയും ഒരു ആളനക്കവും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഉണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. ഈ വിവാഹ ഉദാശി ഇത്രയും പേരെ നിങ്ങൾ ക്ഷണിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെക്ടേറ്റേഴ്സ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ കാഴ്ചക്കാരല്ല, നിങ്ങളെല്ലാവരും നിങ്ങൾ സാക്ഷികളാണ്. അതോടൊപ്പം നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലേക്കും നിങ്ങളായിരിക്കുന്ന ദൈവിക സമൂഹത്തിലേക്കുമാണ് ഈ കുടുംബത്തെ ഫലമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്, അതിന് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളത്, വേണ്ടുന്നതായ പ്രതീക്ഷകൾ കൊടുക്കുക എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ കൂടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ വിളിച്ചിവിടെ വരുത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ സന്തോഷത്തിൽ മാത്രം പങ്കു ചേർന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്ത് പോകാനായിട്ട് മാത്രമല്ല. There is a shared responsibility that the church and the community is taking up today. ഇവർക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി സഭയും നമ്മൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയും ഈ സമൂഹവും ഈ ദേശവും ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. That is one of the beautiful elements of our culture. നമ്മുടെ സംസ്കാരത്തിന് വളരെ മനോഹരമായ ഏടുകളിൽ ഒന്നാണ് ഔദാശികമായി വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പാട്ടുകളും വായനകളും എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരുടെ കാര്യം പറയുന്നത്, അതിനകത്ത് പറയുന്ന ആരുടെ കാര്യം അറിയാം, ക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെയും കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത്. സഭയെ നോക്കിയിരുന്നാൽ ഞാൻ വരും എന്നൊക്കെയാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തുവിൻ്റെ സഭയുടെ കാര്യമാണ് മുഴുവൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ കാര്യം പറയുന്നില്ല. അതെന്താ പറയാത്തത്? കാരണം നിങ്ങൾ ഇന്ന് ക്രിസ്തുവിൻ്റെയും സഭയുടെയും സ്ഥാനത്താണ് നിൽക്കുന്നത്. രാജാവും രാജ്ഞിയുമായി അഭിഷേകം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിനാണ് കിരീടം വാഴുക എന്ന് പറയുന്നത്. മറ്റുള്ള ഓർത്തഡോക്സ്, ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ചർച്ചസ് ആയാലും ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസിലാണെങ്കിലും ശരിക്കും കിരീടമാണ് വാഴ്ത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ യൂട്യൂബിലൊക്കെ. ഒരു കിരീടം രണ്ടുപേരുടെ തലയിൽ. നമ്മുടെ പാരമ്പര്യത്തിൽ അതേപോലെ നമ്മുടെ മാലയാണ് കിരീടമായി വാഴ്ത്തുന്നതെങ്കിലും തത്വത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പുതിയ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായിട്ട് നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെയും സഭയുടെയുമാണ്. അതുകൊണ്ടാണ് അവസാനം ഉപദേശം കൊടുക്കുമ്പോഴൊക്കെ പറയുന്നത് ക്രിസ്തു അല്ലെ സഭയെ എങ്ങനെ കരുതുന്നു, അങ്ങനെ ഭർത്താവ് ഭാര്യയെ കരുതണം. സഭ എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, അങ്ങനെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ കേവലം മാനുഷികമായ തലങ്ങളിലല്ല ഇനി മുതൽ നിങ്ങൾ പെരുമാറുകയും വിട്ടുവീഴ്ച ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. അത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ ആകണമെന്ന് അർത്ഥം. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കൊക്കെ പറ്റുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെയാണ് നമ്മൾ വീണ്ടും ഊന്നൽ കൊടുത്ത് പറയുന്നത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സോ ജീവനെ കൊടുത്തും സ്നേഹിക്കണമെന്നാണ് അർത്ഥം. യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണം എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഈ വിവാഹ കുർബാനയിലും മറ്റെല്ലാ സർവീസസിലും നിങ്ങൾ സംബന്ധിക്കുമ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്? ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, എയിം എന്താണെന്ന് ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ തിയോളജിക്കൽ ലാംഗ്വേജിൽ അതിനെ ഡെയിഫിക്കേഷൻ എന്ന് പറയും, തെയോസിസ് എന്ന് പറയും, ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൈവീകരണം എന്നാണ്, അല്ലെങ്കിൽ ക്രിസ്താനുകരണം ഒക്കെ വിവിധ ഭാഷകൾ അതിനെ പറയാറുണ്ട്. ദൈവത്തെ പോലെ ആയി തീരുവാൻ വേണം ശ്രമിക്കുക, ഇതിനാണ് ഈ ദൈവീകരണം എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായി? ദൈവത്തെ പോലെ ആയി തീരുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആയി തീരാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. എത്ര വളർന്നാലും, എത്ര അതിനകത്ത് ഡെവലപ്പായാലും, എത്ര ആത്മീയ ഉന്നതിയിലെത്തിയാലും മതിയാകില്ല.
വീണ്ടും വീണ്ടും വളരാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ് അർത്ഥം. അത് പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം. എപ്പോഴും ഒരിക്കലും എൻ്റെ സ്നേഹം മതിയായി, എൻ്റെ ഭർത്താവിനെ ഇത്രയും സ്നേഹിച്ചാൽ മതി, എൻ്റെ ഭാര്യ ഇത്രയും സ്നേഹിച്ചാൽ മതി എന്ന് പറയും. അതിനൊരു ലിമിറ്റ് ഇല്ല, ഒരു ബൗണ്ടറി ഇല്ല. ദർ ഈസ് ഈവൻ മോർ സ്പേസ് ടു ലവ് മോർ. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ കൂടുതൽ വളരുവാനുമുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ ദൈവീകരണത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ന് മുതൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ടു ഹെൽപ്പ് ഈച്ച് അതർ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ പരസ്പരം വളരുവാൻ തക്കവണ്ണം സഹായിക്കുക എന്ന് പറയും. അതായത് നമുക്ക് ഒറ്റയ്ക്ക് ദൈവത്തിലേക്ക് വളരുമ്പോൾ വന്നു പോകുന്ന വീഴ്ചകളും കുറവുകളും ഒക്കെ നികത്തി ഒരു സപ്പോർട്ടായി, ഒരു താങ്ങായി, ഒരു പ്രോത്സാഹനമായി നമ്മളോട് കൂടെ ആ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യാൻ തുണയായി വരുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ കൂടി ഇങ്ങനെ മനസ്സിലാക്കണം. അതിന് ആത്മീയ വശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫാമിലി ലൈഫിൽ പ്രേയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം വായിച്ചിരിക്കണം. നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ അവരെ ദൈവപൈതങ്ങളായി വളർത്തണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ദൈവീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇന്ന് തൽക്കാലം നമുക്ക് യാത്ര ചെയ്യാൻ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, ഇന്ന് വയ്ക്കുക. പ്രേയർ ഷുഡ് ബി എ പ്രയോറിറ്റി ഇൻ യുവർ ലൈഫ്. എപ്പോഴും പ്രാർത്ഥന ഒരു പ്രയോറിറ്റി ആയിരിക്കണം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാൽ മതി. അതിനുള്ള സമയമുണ്ട്, അതിനുള്ള സാവകാശമുണ്ട്, അതിനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകും. തീർച്ചയായിട്ടും പരസ്പരം ദൈവത്തിൽ വളരുവാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ പങ്കാളിക്ക് ഒരു കുറവുണ്ടെങ്കിൽ, ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നികത്തുവാനും തിരുത്തുവാനും പറഞ്ഞു കൊടുക്കുവാനും വീണ്ടും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരസ്പരം ഉത്തരവാദിത്വമുണ്ട് എന്നർത്ഥം. ഈ ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാവരും ചേർക്കുന്നത്. നിങ്ങളോടുകൂടി പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ പ്രക്രിയയിൽ തന്നെയാണ്. ദ പ്രോസസ് ഓഫ് ഡെയിഫിക്കേഷൻ, ദൈവത്തിലേക്ക് വളരുകയാണ്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? അവൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു. മീൻസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നാണ് പറയുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ഇമേജ് ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി, വികലമായി പോയി എന്ന് പറയും. ആ വികലമായി പോയ ദൈവത്തിൻ്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും തിരിച്ചു വിളിക്കാനുള്ള ശ്രമം കൂടിയാണ് നമ്മുടെ ആത്മീയ ജീവിതം. അവർ പ്രേയർ, അവർ ഫാസ്റ്റിംഗ്, അവർ ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ്, കുമ്പസാരം, എല്ലാ ഉദാശകളും നമ്മളെ സഹായിക്കുന്നത് ടു റീഗെയിൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാണ് നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ കാണേണ്ടത്. ആ ഒറ്റ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ ദുഃഖങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും പരസ്പരം കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ആ പ്രത്യാശയോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം എളുപ്പമാവുകയും ഒരിക്കലും ഇതിൽ പ്രയാസങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, സന്തോഷങ്ങളുണ്ടാകും. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴും ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും പരസ്പരം തുണയായി ഉണ്ടാകണം. ദൈവം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. പരസ്പരം തുണയായി ഉണ്ടാവണം. അതുപോലെ തന്നെ പരസ്പരം പറയണം, ആരും കൂടെ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പള്ളിയിൽ ആയിരിക്കുന്നത്. So that God can be a witness and God is the chief celebrant of this sacrament. വൈദികരല്ല, ഇവിടെ നിൽക്കുന്ന മറ്റാരുമല്ല, ദൈവമാണ് ഈ വിശുദ്ധ കൂദാശയ്ക്ക് കാർമ്മികനായിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് മാത്രം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും ഐക്യത്തോടും താഴ്മയോടും കൂടി പരസ്പരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപം വേണ്ട ജ്ഞാനവും താഴ്മയും വിനയവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം
വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ കൂടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പിതാവിന്റെ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും ചെയ്യുമാറാകണമേ. ഓശോ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യാകരണങ്ങളിലുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഭാവമുതർന്ന പരിശുദ്ധമായ സന്തോഷോല്ലാസങ്ങളോടുകൂടെ വന്നൊക്കെ സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുവാനാകണമേ. Thank you.
മാറാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനെ പോലുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയുടെ വചനവും തന്റെ ഉഗ്രമായ കരുണത്വം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനോ വഴികളില്ലാതിരിക്കുന്നവനും അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്ക് മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങളാൽ ചേർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹുണ്യാവുമോ സ്വതഹായായി സേനകളും ഭയന്ന ഉറച്ചുകൊണ്ട് മോഹപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങളുടെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെ നിയമത്തിന്റെ കൃപാപ്രഭാവത്തിനാലും നിസ്സീമമായ ദേവനാലും നിസ്സാരമാരുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിവരും മൺവരുമായ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ എടുക്കപ്പെടുന്നവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിൽ വിധേയരായ സകലരുമായ ദാസനെയും പ്രത്യേകയുടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലും ദേവതകൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളുള്ളവരായി പാണ്ടവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിനെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിലവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴികളോടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാകുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ് ജീവനെ കാക്ഷിക്കുന്നവരും പാപമെന്നുള്ളവരുടെ വിദൂരസ്ഥമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെടുവാൻ സാത്താന്റെ ദാസനിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെയും മുദ്രത്തോടും നീതിയും പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ ദൈവത്തെ പ്രതികൃതരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ
പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരത്തുന്നു അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. കരുണയും ദൈവനിർമ്മിതമാർഗ്ഗമേ ആത്മീയമാർഗ്ഗമുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിലനിൽക്കാതിരിക്കുകയും ചെയ്യുന്നവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരയുകയും ചെയ്യുമാറാകണമേ. ഘോഷോ ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും
അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കേണ്ടതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി ഇത് അവളെ കലയോ ചുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നതുപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ വിശ്വാസവയ്ക്കുന്നത് പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണങ്ങളാൽ പുരുഷൻ തന്റെ ഭർത്താവിനെയും ഭാര്യയെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ശരീരമായി തീരുകയും ചെയ്യും. ഇത് വലിയ ഒരു രഹസ്യമാണ്. ഞാൻ മെശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിങ്ങൾക്ക് നന്മ വരുവാനും ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ തിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു,
വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവരെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ടന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചറിവ് ചെയ്തു. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. The
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുകൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനായി മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മശിഹാത്തിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വെറുതെ നിങ്ങൾ ആവർത്തിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങൾ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സ്വയം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബ് യോസേഫ് പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ തലമുറയെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിലനിന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകൻ മക്കൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിന് സഹായം യാക്കോബ് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവ് ദൈവത്തിന്റെ സഹായമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫ് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാലുകളാൽ കയ്യിൽ വെക്കപ്പെട്ടതായ ജനങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിനെ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതിയും സന്തോഷം മൊത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും എല്ലാവിധ സൗഭാഗ്യം കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാകട്ടെ. ആ പാപങ്ങളെന്നപോലെ പാപം ക്ഷമിക്കുകയും ചെയ്യട്ടെ. പ്രതിഭാഗത്തെ വളരെ പോലെ നിങ്ങളും സ്വർഗരാജ്യാവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരെയും വാങ്ങിപ്പോലെ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ.
മസ്രയിൽ കൂട്ടിക്കൊണ്ട് പോയ പ്രവാചകരുടെ യുവാനായി സീനായി മലയിലും വന്ന മഹോദരൻ നിങ്ങൾ ഈ നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖുരാവിൽ മുതിർന്ന ശുദ്ധമുഖായി സ്ത്രീകളെല്ലാം ഭാഷോ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിതരായ പൂർവികന്മാർ നമ്മെ ഭരണേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ദീപായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ.
അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തം അറിയാമെങ്കിൽ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് ഈശോയുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വിടുന്ന ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാൽ ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ ബന്ധുപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിനെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും Amen.
ആത്മീയമായി മഹബൂദാശയം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കൾക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവിനും പരിശുദ്ധരൂഹായുമായുള്ളവരെ കുറ്റോളം കുറവുകളുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. അപ്പോ അപ്രഭു ഖാദിശോ ഓശോ അക്കുൽസ്ബാഹി. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. I'd do anything to be by your side.
for better days to come and carry us like wind in our sails. Hold on tight, I can smell the shore, it's right in front of us if we just hold on tight. This vision that I saw is getting closer every dawn. We are dreamers of the shore. 7 years now on this boat, and we all know where we belong. Just wait. For our home to show on the horizon, soon we'll be there. Hold on tight, I can smell the shore, it's right in front of us if we just hold on tight. This vision that I saw is getting closer every dawn. We are dreamers of the shore when we can't read the sky. We just sail with the wind that we've got. And when we're drowning in doubt, just keep on believing. We are dreamers of the shore. So nervous to stand here with you. They're all here for us, and I feel their aura. But just for a moment, I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. Could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much it meant to you. They can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface.
must choose, I will say I do. Oh, tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than I love her, then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray, I pray. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than I love him, then I know I can love him more than anyone else. And bring him in your presence today. Make him what you want him to be. I pray to hear his heart. I pray he'll love you more. I pray to strengthen and serve him, will bring you glory today. I pray. Lord, help me love her as you love the church, your bride. Help me submit to him as I submit to you. My life, I pray to hear her heart. I pray he'll love you more. I pray to cherish and serve her, will bring you glory today. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, will bring you glory today. I pray. This is my prayer. Amen. Here we stand, the world awaits. We'll let the stars tonight light the
is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വരക്കുമോർ സകലത്തെയും സൃഷ്ടിക്കുകയും സകലത്തെയും പരിപാലിക്കുകയും ചെയ്യുന്ന പുത്രപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെയും മഹത്വകരമായ സമയത്ത് ഈ വിശുദ്ധ വിവാഹകുദാശയ്ക്ക് ശേഷം ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ ഈ പുതിയ കുടുംബമായി ഇവരായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇതിനെ ഒരുമിച്ച് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നേ വരെയുള്ള അടിയങ്ങളെ ജീവിതത്തിലെ കാത്ത് പരിപാലിക്കുകയും കൊച്ചു പുലർത്തുകയും ഈ നിമിഷത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും കൂട്ടിവരുത്തുകയും ചെയ്ത നിന്റെ കൃപയ്ക്കായും കരുണയ്ക്കായും ആയിരം ആയിരം സ്തുതികളും സ്തോത്രങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ തിരുമുൻപാകെ
പരിശുദ്ധ വിവാഹ കൂദാശയിലൂടെ പുതിയ കുടുംബം ആരംഭിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ടുന്നതായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിഞ്ഞു നൽകണമേ. പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം ഇരു കുടുംബങ്ങളുടെയും സ്നേഹവും സന്തോഷവും ഐക്യവും എന്നും ഒരുമിച്ച് നിലനിൽക്കുവാനും കൂടുതൽ ശക്തി പ്രാപിക്കുവാനും തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ. പരസ്പരം വിട്ടുവീഴ്ചയോടും സ്നേഹത്തോടും അതുപോലെ വിനയത്തോടും കൂടി ഇടപെടുവാനും എല്ലായ്പ്പോഴും ഞങ്ങളുടെ ബന്ധം അതിൻ്റെ പവിത്രതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സംഗതിയാക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിനും ഈ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ അതിനുവേണ്ടി ഇടപെടൽ നടത്തുന്നതിനും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും മാതാപിതാക്കളെയും എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. കർത്താവെ, മുന്നോട്ടുള്ളവരുടെ ഓരോ ചുവടിലും അവിടുത്തെ പിരിയാത്ത സാന്നിധ്യങ്ങളോട് കൂടെയിരുന്നു. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭത്താലും രാത്രി അട്ടിത്തൂണുകളെ വഴിഞ്ഞെടുത്തതുപോലെ ഇവരുടെ ജീവിതയാത്രയിൽ ഇവരെ കാത്തു സംരക്ഷിക്കുമാറാകണമേ. ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇവരെ കാത്ത് സംരക്ഷിച്ച് പോറ്റി പുലർത്തുമാറാകണമേ. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തിരുനാമ മഹത്വത്തിനും സഭയുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മുമ്പ് ഉയരുന്നതിനും മുഖാന്തരമായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയരെ കുടുംബങ്ങളുടെ വർദ്ധീസായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെ പടിഞ്ഞ് വസിപ്പിക്കണം. ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവും ഞങ്ങൾ അവരും വീണ്ടും ഒത്തുചേർന്ന് ഒന്നിച്ച് സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ആദിപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും കർത്താവേ നിന്റെ മക്കളുടെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും ഇവരുടെ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങൾ വാങ്ങിപ്പോയുടെ ആത്മാക്കളുടെ മേലും സൃഷ്ടി മുഴുവൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Have you been thinking about the coast? You're all I've been thinking of. You're all I've been thinking of. Cold when you feel tired and alone. What's it take to make you strong? What's it take to make you strong? I was running, hiding, fighting, trying to find a place to go. My only love. I was fighting, felt divided, searching for a path to follow. My only love. Oh, you were with me all along. Wake me up to sunny side.